എല്ലാവരും തിയേറ്ററിൽ നിറഞ്ഞു കാണാൻ പോകുന്ന, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്ന നമ്മുടെ സിനിമയുടെ നായകനെ തന്നെയാണ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ. 5 നായികമാരുള്ള സിനിമകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നായകന് 4 നായികമാരുള്ള ആദ്യത്തെ സിനിമയായിരിക്കും ചിലപ്പോൾ ഇത്. ആ 4 നായികമാരെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ധൈര്യം അല്ലെ പറയണമല്ലേ. കാരണം ആദ്യത്തെ ആളാണ് മലയാള സിനിമയിൽ അത്തരം ഒരു ധൈര്യം ഏറ്റെടുക്കാൻ പോകുന്ന ആദ്യത്തെ ആളാണ്. അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടെയാണ്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ കൂടെയാണ് ബിബിൻ സാർ. അതുകൊണ്ട് ബിബിൻ സാറിന്റെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ കൈയുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കൈ വേണം സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ കുടുംബം കലക്കും ഭയങ്കര ബൂസ്റ്റ്. എന്തൊക്കെ കാര്യം പറയണ്ട, ഇത് മാത്രം ബൂസ്റ്റ് ചെയ്തോട്ടെ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സന്തോഷത്തിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്ന, വിഷ്ണുവിനെ സ്നേഹിക്കുന്ന, ഞങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിലേറ്റവും ഓരോരുത്തരായിട്ട് എടുത്തു പറയണമെങ്കിൽ, ഇപ്പോൾ ആദ്യം പച്ചാളത്ത് മുളക് ബജിയിൽ നിന്ന് നടന്നിരുന്ന എന്നെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു വരുത്തിയ നാദൃഷിക്കാൻ, അതാണ് ഞങ്ങളുടെ തുടക്കം. അതിനെല്ലാം സപ്പോർട്ടും ചെയ്ത ആൽവിൻ ആന്റണി ചേട്ടൻ. അതേപോലെ തന്നെ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ, കാരണം അതുവരെ ഷാഫി സാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റായി എല്ലാം ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം എന്നെ പോലൊരാളെ വെച്ച് അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു മമ്മൂക്കയായിട്ട് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് അവസരം തന്ന അജയേട്ടൻ, പിന്നെ ഈ പറയുന്ന ഞാൻ ബോംബ് കഥ ചെയ്യുന്ന സമയത്ത് എൻ്റെ 1-2 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, രാജീവേട്ടൻ. ആ രാജീവേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത പടത്തിൽ നീയാണ് ഹീറോ. നമ്മുടെ ബോംബ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ഓടിയിട്ടില്ല, റിലീസായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തീരുമാനിച്ച രാജീവേട്ടൻ, വിഷ്ണു, ധർമ്മേട്ടൻ, കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്ന നന്ദുച്ചേട്ടൻ. സിബി സാറിനെ പറ്റി പറയാൻ, അതായത് കാലം അർഹിച്ച വിജയം, കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്ന പോലെ അർഹിച്ച വിജയം. ഞാൻ മൈമൂളിൽ നിന്നാണ് സാർ ആദ്യമായിട്ട് ദേവദൂതം കാണുന്നത്. മൈമൂളിൽ അന്ന് DTS വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന്. അത് ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ ഞാൻ അതിൻ്റെ കോസ്റ്റ്യൂമറൊക്കെ വിളിച്ചായിരുന്നു. സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോഴും ലാലേട്ടന് അതിലിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ്. ഇത്രയും വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു ദേവദൂതൻ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ്. അതായത് എൻ്റെ വയ്യാത്ത കാലിൻ്റെ പോരായ്മയുടെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ്. കാരണം പെട്ടെന്ന് ഞാൻ മെൻ്റലി ഡൗൺ ആവും, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ, പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോൾ ഒരാളെ, നമ്മുടെ സിബി സാറിന് തന്നെ പടത്തിൽ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ പടത്തിൽ ലളിത ചേച്ചി പറയുന്നുണ്ട്, വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അവരൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലെ അവനോട് ആരോട് ദേഷ്യം തോന്നില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും. പക്ഷെ അത്രയും കെയർ ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ, ഞാനാക്കി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഷാഫിക്കയും ഷാനു ചേട്ടനാണ്. ഷാനു ചേട്ടൻ എന്നോട് വേറൊരു കഥ പറയാനാണ് ആക്ച്വലി വന്നത്. ഞങ്ങളത് മൂവ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നീട് ഞാൻ അറിയുന്നു ഷാഫി ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു. പിന്നീട് ഞാൻ അറിയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആകുമെന്നും എന്നെ സ്നേഹിച്ച, പിന്നെ ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയുമ്പോൾ നിസീറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല.
മിമിക്രിയിലെ ഞാൻ രാജാവ് എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. പക്ഷേ ആ രാജാവും ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്താണ് കൂടുതൽ പരിചയപ്പെടുന്നതും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന ആളാണ് നസീർക്ക. പിന്നെ എന്നെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ കൊണ്ടുവന്ന ബൈജു ജോസ്, ബാബു ജോസ്, അവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ച് കൂടെ നിർത്തിയ, എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഗംഭീരമാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ. സന്തോഷം സന്തോഷം സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. സാറിന് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ പില്ലർ എന്ന് തന്നെ വേണേൽ പറയണം.